മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഭാഗമായി ശബരിമലയിലെത്തിയ ഭക്തരുടെ എണ്ണം 6 ലക്ഷം കടന്നു. കൂടുതൽ പേർ ദർശനം നടത്തിയത് ഡിസംബർ 31 തീയതിയാണ്. 1,500,000 പേരാണ് അന്ന് ദർശനം നടത്തിയത്. മകരവിളക്കിനായി നട തുറന്നതു മുതൽ പ്രതീക്ഷിച്ചതിനേക്കാൾ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ ചില ദിവസങ്ങളിൽ പമ്പയിൽ നിന്ന് തന്നെ ഭക്തരെ തടയേണ്ടി വരുന്നുണ്ട്. ഇന്നു മാത്രം ഉച്ചയ്ക്ക് 1 മണിവരെ 40,000-ലേറെ പേർ സന്നിധാനത്ത് ദർശനം നടത്തി. അതേസമയം സത്രം പുല്ലുമേട് കാനനപാത വഴിയുള്ള പ്രവേശന സമയം 1 മണിക്കൂർ കൂടി കൂട്ടാൻ ധാരണയായിട്ടുണ്ട്. നിലവിൽ ഉച്ചയ്ക്ക് 1 മണിവരെയാണ് കാനനപാതയിലേക്ക് പ്രവേശിക്കാനാവുക. സത്രത്തിലേക്കുള്ള KSRTC ബസ് എത്തുന്നത് 1:20-നാണ്. ഇത് പരിഗണിച്ചാണ് 2 മണിവരെ കാനനപാതയിലേക്ക് പ്രവേശനം അനുവദിക്കാൻ ധാരണയായത്. അതേസമയം മകരവിളക്കിന് മുന്നോടിയായി വാട്ടർ അതോറിറ്റി പൂർണ്ണശേഷിയിൽ ജലശുദ്ധീകരണം ആരംഭിച്ചു. സാധാരണ ദിവസങ്ങളിൽ 18 മണിക്കൂർ ജലശുദ്ധീകരണമാണ് നടക്കാറുള്ളത്. തിരക്ക് കൂടുന്നത് പരിഗണിച്ച് 13 ദശലക്ഷം ലിറ്ററിന്റെ ജലശുദ്ധീകരണ ശേഷി പൂർണ്ണമായും വിനിയോഗിക്കാനാണ് 24 മണിക്കൂറും ജലശുദ്ധീകരണം ആരംഭിച്ചത്. മണ്ഡലകാലത്ത് ശബരിമലയിൽ വരുമാനത്തിലും വർധനവുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 82 കോടിയുടെ അധിക വരുമാനമാണ് ദേവസ്വം ബോർഡിനുണ്ടായത്. കാണിക്ക ഇനത്തിലും അരവണ വിൽപ്പനയിലും വരുമാനം കൂടി. നവംബർ 15 മുതൽ ഡിസംബർ 26 വരെ നീണ്ട 41 ദിവസത്തെ മണ്ഡലകാലത്ത് 297 കോടി രൂപയുടെ വരുമാനമാണ് ദേവസ്വം ബോർഡിനുണ്ടായത്. കഴിഞ്ഞ വർഷം ഇത് 215 കോടിയോളം രൂപയായിരുന്നു. അധിക വരുമാനമായ 82 കോടിയിൽ കൂടുതലും അരവണ വിൽപ്പനയിലൂടെയാണ് ലഭിച്ചത്. കഴിഞ്ഞ സീസണിനേക്കാൾ 22 കോടിയുടെ അരവണ അധികമായി വിറ്റു. കാണിക്കായി ലഭിച്ചത് 80 കോടിയിലേറെ രൂപയാണ്. 13 കോടിയുടെ വർധനവാണ് ഇതിലുണ്ടായിരിക്കുന്നത്.